എന്താ കോഴിക്കോട്ടെ ഓട്ടോക്കാർക്കിടയിലേക്ക് നമ്മുടെ കോട്ടയത്തു നിന്നോ തിരുവനന്തപുരത്തു നിന്നോ അപ്പികളോ എല്ലാം കടന്നുകൂടിയിട്ടുണ്ടോ? കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കുറേയധികം കുത്തിന് പിടിച്ച് പൈസ വാങ്ങുന്ന വാർത്തകളൊക്കെ കേട്ടിരുന്നല്ലോ. അപ്പികൾ പോയിട്ടുണ്ടെങ്കിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. കോഴിക്കോടത്തെ ചേട്ടന്മാരെ കുറിച്ചൊക്കെ പണ്ട് വലിയ അഭിപ്രായമായിരുന്നു. ഓട്ടോ തൊഴിലാളി പിടിച്ചുപറി സംഘം, ഇങ്ങനൊരു സംഘം ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സംഘത്തിലുള്ള ആളുകളുടെ പ്രവർത്തനം നിങ്ങളിൽ ഓരോ ആളുകളും ഒരു തവണയെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. കാരണം പിടിച്ച് പറിക്കുക എന്ന് പറയുന്നത്, ബാക്കിയുള്ള ആളുകളുടെ പോക്കറ്റിലുള്ള പണം പിടിച്ച് പറിക്കുക എന്ന് പറയുന്നത് തങ്ങളുടെ അവകാശമാണ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികളുണ്ട്. ഞങ്ങൾ ടാക്സി തൊഴിലാളി യൂണിയനിലെ അംഗങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ പിടിച്ചു പറിക്കാനായിട്ട് വരുന്ന സമയത്ത് മാന്യവും മര്യാദയുമായിട്ട് പോകുന്ന ആളുകൾക്ക് കൂടി ഇവരൊരു അപമാനമാണ്. സത്യം പറഞ്ഞാൽ ഈ പിടിച്ചു പറി തൊഴിലാളി അംഗങ്ങളെല്ലാം കൂടെ ഒരു സംഘമായിട്ട് രൂപീകരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ഏറ്റവും ബെറ്റർ. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഊബർ വന്നു, കാറാണ്, AC ഇട്ടിട്ട് പെട്രോളിനും ഡീസലിലും ഒക്കെ ഓടുന്ന ഓട്ടോയെക്കാളും വളരെയധികം മൈലേജ് കുറഞ്ഞിട്ടുള്ള കാറാണ്. അവർ ഊബർ പോലുള്ള ആപ്പുകൾക്ക് കമ്മീഷനും കൊടുത്തതിന് ശേഷം വീട്ടിലേക്ക് അരി വാങ്ങുന്നുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത പട്ടിണിയാണ് ഓട്ടോ തൊഴിലാളി പിടിച്ചുപറി സംഘത്തിലെ ആളുകൾക്ക്. മുച്ചക്രമേ ഉള്ളൂ, നല്ല മൈലേജും ഉണ്ട്, ലോ മെയിൻ്റനൻസ് ആണ്, അപ്ഫ്രണ്ട് കോസ്റ്റും വളരെ കുറവാണ്. പിടിച്ചുപറി സംഘത്തിലെ ആളുകൾക്ക് മാത്രം തികയില്ല. അവർ ഊബറിനെതിരെയും അല്ലെങ്കിൽ ഇപ്പോൾ റാപ്പിഡോ വന്നിട്ടുണ്ട്, അതിനെതിരെയൊക്കെ വലിയ സമരത്തിലാണ്. സമരം ചെയ്തും പിടിച്ചു പറിച്ചും വീട്ടിലേക്ക് അരി വാങ്ങാമെന്ന് വിചാരിക്കുന്ന ഇക്കൂട്ടർ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ മെയിനായിട്ടുള്ള ആളുകളാണ്. എനിക്ക് ഇതുവരെ ഇവരുടെ ദാരിദ്ര്യത്തിൻ്റെ കാരണം ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, കാറാണ്, AC ആണ്, അതും സെഡാൻ കാറുകളൊക്കെയാണ്. ഒരു 10 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ കൊടുത്തിട്ട് ആളുകൾ വാങ്ങുന്നതാണ്. അതിൽ നമ്മളെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് കമ്മീഷനും കൊടുത്തിട്ട് കാറിൻ്റെ ഉടമകൾക്ക് ജീവിക്കാൻ പറ്റുന്ന സമയത്ത് അതിൽ കൂടുതൽ വാങ്ങുന്ന ഓട്ടോക്കാർക്ക് ഭയങ്കര ദാരിദ്ര്യമാണ്. വണ്ടി എടുത്ത് മാറ്റി ചേട്ടാ, ചേട്ടാ വണ്ടി മാറ്റിക്കേ, ചേട്ടാ വണ്ടി മാറ്റിക്കോ. ആയിക്കോട്ടെ ചേട്ടാ, വണ്ടി മാറ്റിക്കോ. നമ്മൾ നിങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, നിങ്ങൾ വണ്ടി മാറ്റിക്കോ. നിങ്ങൾ അങ്ങനെ അല്ല, നമ്മൾ എല്ലാ നിയമം അനുസരിച്ചാണ് വണ്ടി ഓടുന്നത്. നമ്മൾ യൂബർ ഡ്രൈവർ വണ്ടി എടുക്കുന്നതിനാണ് വണ്ടി തടസ്സം വെച്ചേക്കാണ് പുള്ളി കേട്ടോ. പുള്ളി വണ്ടി തടസ്സം വെച്ചേക്കാണ്, ഇതിൽ പോകാൻ കഴിയില്ലെന്ന് പറയുന്നത്. ഓട്ടെ ചേട്ടാ, ഞാൻ കംപ്ലൈന്റ് ചെയ്തു, ഉറപ്പായിട്ടും ഇത് കംപ്ലൈന്റ് ചെയ്യും ചേട്ടാ. ഇത് നടക്കൂലായിട്ട് നമ്മൾ എല്ലാവിധ നിയമങ്ങളും പാലിച്ച ചേട്ടാ. ആയിക്കോട്ടെ, ഞങ്ങളും അതെ, നിങ്ങളെ പോലെ തന്നെ പണിയെടുക്കാൻ വേണ്ടി ചേട്ടാ ഞങ്ങളും ജീവിക്കുന്നത്. ഞങ്ങളും റെയിൽവേയിലെ നിങ്ങളും ഇത് കോട്ടയം ടൗണിൽ എവിടുന്നും വണ്ടി എടുക്കാൻ പറ്റത്തില്ല, നടക്കുകയല്ല. കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ മുൻപിൽ അരങ്ങേറിയ ഈ ഓട്ടോ തൊഴിലാളി പിടിച്ചുപറി സംഘത്തിലെ ഒരാളുടെ പ്രകടനമാണ്. ഒരു കാറിൻ്റെ മുൻപിൽ ഓട്ടോറിക്ഷ വിലങ്ങിയിട്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷ അങ്ങനെ വിലങ്ങിയിടുന്ന സമയത്ത് അതിനുള്ള കോൺഫിഡൻസ് ഓട്ടോ തൊഴിലാളി പിടിച്ചുപറി സംഘത്തിലെ അംഗത്തിന് വരുന്നത് എങ്ങനെയാണ്? അവനിങ്ങനെ നമ്മളോട് പറയുകയാണ്, കാറൊന്നും വിളിച്ചിട്ട് ഇവിടെ ഒരുത്തനും പോകാനായിട്ടുള്ള പെർമിഷനൊന്നുമില്ല. ഓട്ടോ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിക്കണം, അല്ല ചേട്ടാ എനിക്ക് ഇത്തിരി ഇങ്ങനെ കംഫർട്ട് വേണം, ഈ മുച്ചക്രത്തെ പോകാനായിട്ട് പേടിയാണ്, 4 വീലുള്ള AC ഉള്ള വണ്ടിയിൽ ചൂടത്ത് പോകുന്നതാണ് എനിക്കിഷ്ടം, എൻ്റെ കാശല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സമൂഹം മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത്, അവർ പുരോഗതിയിലേക്ക് പോകുന്ന സമയത്ത്, അവർ കുറച്ചും കൂടെയൊക്കെ കാശ് പണിയെടുത്ത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കംഫർട്ടൊക്കെ അനുഭവിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അതിനുള്ള അനുവാദം തരത്തില്ല എന്ന് പറയുന്ന വെറും പിന്തിരിപ്പൻ മൂരാശികളാണ് ഇവർ. ഊബർ ഡ്രൈവർമാരെ തടയുന്നത് മാത്രമായിട്ട് നമ്മൾ നോക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാക്സിക്കാരനെ തടയുന്നതായിട്ട് മാത്രം നോക്കരുത്. ഈ ഒരു ഊബർ ഓടുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടാക്സി കാറുകൾ ഓടുന്നത് എന്തുകൊണ്ടാണ്? കുത്തക കമ്പനികൾ അതിൻ്റെ പരിപാടിയൊക്കെ വിട്ടേക്കുക. അല്ലാത്ത ഒരു ആപ്പ് ഇവിടെയുള്ള പ്രൈവറ്റ് ടാക്സി കാർ ഓണേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഞാനൊക്കെ ഇത് ഉപയോഗിക്കും. അതെല്ലാം ഇവിടെയുള്ള ആളുകൾ കൈനീട്ടി സ്വീകരിക്കും. അപ്പം അങ്ങനെ ഒരു ആപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ ഊബർ ഉപയോഗിക്കുന്നത്. നമ്മുടെ വിഷയം ഊബർ എന്ന് പറയുന്ന ഒരു ആപ്പല്ല. നമുക്ക് ഇത്തിരി പൈസ കൂടുതലാണ് എന്നുണ്ടെങ്കിലും സുരക്ഷിതമായിട്ട് 4 വീലുള്ള AC ഉള്ള ഒരു കാറിൽ യാത്ര ചെയ്യാനായിട്ടാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ, അതാണ് നമ്മളുടെ ആവശ്യമെന്നുണ്ടെങ്കിൽ, അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തടയാനായിട്ട് ഇവന്മാർക്ക് ആരാണ് പെർമിഷൻ കൊടുത്തത്? ഇപ്പം എൻ്റെ കാറിൽ പോകണമെന്ന് പറയുന്ന ഒരു ആവശ്യം ഇവൻ്റെ ഓട്ടോ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അങ്ങ് ക്ലിയർ ആകുമോ? ഇല്ല, എനിക്കതിൽ പോകണ്ടെന്നേ. അപ്പം നമ്മളുടെ സൗകര്യങ്ങളെ തടയുക, എന്നിട്ട് അന്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. പലപ്പോഴും ഈ ദരിദ്ര രാഷ്ട്രങ്ങളുടെ ദരിദ്ര സ്ഥലങ്ങളുടെ മുഖമുദ്രയായിട്ട് ഒരു ഐക്കണായിട്ട് മുന്നിൽ വയ്ക്കാൻ പറ്റുന്ന സംഗതികളാണ് മുച്ചക്ര വാഹനങ്ങൾ എന്ന് പറയുന്നത്. നോർത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ റിക്ഷയുമായിട്ട് ഓടി വന്ന് ആക്രമിക്കുന്ന ആളുകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യ കാണാൻ വരുന്ന ആളുകൾക്ക് ഏറ്റവും ട്രൊമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നൽകുന്ന ആളുകളാണ് ഈ പിടിച്ചുപറി സംഘത്തിലെ ആളുകൾ എന്ന് പറയുന്നത്. നമ്മളുടെ സൗകര്യങ്ങളെ അല്ലെങ്കിൽ നാടിൻ്റെ പുരോഗതിയെ നിഷേധിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്.
ജീവിക്കുന്നത്. അല്ലാതെ ഇവർ മറ്റേ ജീവിക്കാൻ വേണ്ടിയുള്ള വഴി തേടുകയൊന്നുമല്ല. ഓട്ടോ തൊഴിലാളികളിൽ തന്നെ മാന്യമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, ഊബർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓട്ടോകൾ ഓടുന്ന ആളുകളുണ്ട്. അവരുടെ വീട്ടിലും കഞ്ഞിയൊക്കെ അവർ കുടിക്കുന്നുണ്ട്. ഓരോ ആളുകളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട്, ഓരോ ആളുകളുടെയും ജീവിത രീതികൾക്കനുസരിച്ചിട്ടുള്ള വരുമാനം ഈ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്. വരുമാനം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ മുച്ചക്രം ഓടിക്കുന്ന ആളുകളുടെ വരുമാനം കുറവാണ് എന്നുള്ളത് നമുക്കറിയാം. വരുമാനം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മേഖലകൾ ഇവിടെ ഉണ്ട്. ഈ സമൂഹത്തിലെ എല്ലാ ആളുകളും അങ്ങനെ വരുമാനം കുറവുള്ള സമയത്ത് മറ്റ് ജോലികളൊക്കെ തേടിപ്പോയിട്ടുള്ള ആളുകളാണ്. ഇവിടെ ഇപ്പോൾ ഇരുന്ന് ഈ കഥ പറയുന്ന ഞാനും എൻ്റെ കരിയറൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവിടെയും കുറേയധികം കഷ്ടപ്പെട്ട് മറ്റ് വഴികളൊക്കെ നോക്കി പണം കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. എല്ലാ ആളുകൾക്ക് അവസരങ്ങളുണ്ട്. പിന്നെ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം, ചില യൂണിയനുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം, പാർട്ടി ബേസിലുള്ള ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം ഈ പിടിച്ചു പറിച്ചിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ലൈസൻസ് ആരാണ് കൊടുക്കുന്നത്? ചുമട്ട് തൊഴിലാളി സംഘത്തിൽ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. നോക്കുകൂലി വേണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കുന്ന ആളുകൾ. മറ്റെന്തൊക്കെ തൊഴിലുണ്ട് അതിലേക്ക് പോവില്ല. പിടിച്ചുപറി ഓട്ടോ തൊഴിലാളി യൂണിയനുകളിലെ ആളുകൾക്ക് മറ്റെന്തൊക്കെ തൊഴിലുണ്ട്? ബാക്കി ഊബർ ഓടിക്കുന്ന ഓട്ടോറിക്ഷക്കാരൊക്കെ ഡീസൻ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഈ പറ്റാത്ത ആളുകൾക്ക് മറ്റ് പൈസ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്? അവിടേക്ക് പോവാത്ത എന്തുകൊണ്ടാണ്? പിടിച്ചു പറിയുടെ ആ ഒരു ആനന്ദം ഇവരങ്ങോട്ട് അനുഭവിച്ചങ്ങോട്ട് പഠിച്ചു. സുഖമല്ലേ? എവിടെയെങ്കിലുമൊക്കെ വിളിച്ച് കയറ്റിക്കൊണ്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മളെ തെറിയും പറഞ്ഞ് നമ്മളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് അത്ര പരിചിതമല്ല എന്നുണ്ടെങ്കിൽ നമ്മളുള്ളതെല്ലാം കൂടെ കൊടുത്തിട്ട് പോകും. പിടിച്ചു പറിച്ചെടുക്കുന്നതാണ് ഇവന്മാർ. ഈ സമൂഹത്തിലെ ഏത് തൊഴിലാളി പ്രസ്ഥാനം എന്ത് സമരത്തിനിറങ്ങിയാലും, അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് എന്ത് സമരത്തിനിറങ്ങിയാലും ജനങ്ങൾ കൂടെ നിൽക്കാറുണ്ട്, മാധ്യമങ്ങൾ കൂടെ നിൽക്കാറുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ഓട്ടോ തൊഴിലാളികൾ, അതേപോലെ തന്നെ നോക്കുകൂലി വാങ്ങുന്ന ചുമട്ട് തൊഴിലാളി യൂണിയനിലെ ആളുകളൊക്കെ ഒരു സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞ് പോലും കൂടെ നിൽക്കത്തില്ല. കാരണം എന്താണ്? ഇവരുടെ അതിക്രമം നേരിട്ടിട്ടുള്ള ആളുകളായിരിക്കും ഒരു മജോറിറ്റി മലയാളി. അത്യാവശ്യം വീടിന് പുറത്തിറങ്ങുന്ന ഒരു തവണയെങ്കിലും നഗരങ്ങളിലേക്ക് പോയിട്ടുള്ള മലയാളികൾ ഒരിക്കലെങ്കിലും ഇവരുടെ അതിക്രമം നേരിടാതിരുന്നിട്ടുണ്ടാവില്ല. ഇന്ന് പുതിയൊരു വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിലെ ഊബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമ തടസ്സങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഊബർ ടാക്സി നിങ്ങൾക്ക് നിർഭയം എല്ലായിടത്തും ഓടിക്കാൻ പറ്റും. ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള മറ്റേ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്നൊക്കെ നമ്മൾ ഊബർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പാത്തും പതുങ്ങിയാണ് വരുന്നത്. നമ്മൾ പാത്തും പതുങ്ങിയും പോയി കയറണം. അല്ലെങ്കിൽ മറ്റേ ഓട്ടോ തൊഴിലാളി അംഗങ്ങൾ വന്ന് അക്രമങ്ങൾ നടത്തുകയും. ഈ വാർത്ത കേൾപ്പിക്കാം. ഓൺലൈൻ ടാക്സികൾക്ക് ആശ്വാസമായി ഊബറിന് കേരളത്തിൽ അനുമതി നൽകി മോട്ടോർ വാഹന വകുപ്പ്. ഇനി കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. 5 വർഷത്തേക്കാണ് അനുമതി. ലൈസൻസിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. ഇതോടെ നിരത്തിലെ സംഘർഷം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓൺലൈൻ ടാക്സികൾ. നീണ്ട ഒരു 5-6 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ഇപ്പം അറിയാവുന്ന പോളിസി 2024 ഇറക്കുകയും 2026 ഫെബ്രുവരി 10-ാം തീയതി റാപ്പിഡോയും അതുപോലെ തന്നെ യൂബറും പിന്നെ മാർച്ച് 17-ാം തീയതി യൂബറിനും ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. വലിയ സന്തോഷം തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ. ഇങ്ങനെ ലൈസൻസ് യൂബറിനും റാപ്പിഡോയ്ക്ക് കിട്ടിയെന്നപ്പോൾ ഇതുവരെ പരമ്പരാഗത ടാക്സിക്കാരും അതുപോലെ തന്നെ പ്രാദേശിക ടാക്സിക്കാരും നമ്മുടെ മേലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് അല്ല. ലൈസൻസ് ഇല്ലാത്ത കമ്പനി അല്ലെങ്കിൽ ലൈസൻസ് കാണിക്കണം അല്ലെങ്കിൽ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിരന്തരമായിട്ടും പോലീസ് സ്റ്റേഷനിൽ ഒരു ഹറാസ്മെന്റ് നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരള സർക്കാരിന്റെ ഈ ഒരു പോളിസിയിൽ യാതൊരു ഇതുമില്ല. ഇനി അമെന്റ്മെന്റ് വരുന്നതിൽ മാറ്റങ്ങൾ വരുമെന്നുള്ളതും അത് ഞങ്ങൾക്കൂടെ പങ്കാളികളാക്കുമെന്നുള്ളതാണ് ഞങ്ങളൊരു കാര്യം. നിരത്തിലെ സംഘർഷം ഊബറിന് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണോ നടക്കുന്നത്? അല്ല, പിടിച്ചു പറിക്കാനായിട്ടുള്ള അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഭയത്തിലാണ് നിരത്തിലെ സംഘർഷമൊക്കെ നടക്കുന്നത്. നിയമം നോക്കിയിട്ടൊന്നും അല്ലല്ലോ ഇവന്മാർ അതിക്രമം കാണിക്കുന്നത്. നിയമം നോക്കുന്നവന്മാരാണെങ്കിൽ അതിക്രമം കാണിക്കുമോ? പോലീസിൽ പരാതിപ്പെടത്തല്ലേ ഉള്ളൂ. ഈ റാപ്പിഡോ ബൈക്ക് വന്നിട്ടുണ്ട്, ബൈക്ക് ടാക്സി. അങ്ങനെയുള്ള സേവനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് പറയുന്നെന്നുള്ളതേ ഉള്ളൂ, അങ്ങനെയുള്ള സേവനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും അങ്ങനെയുള്ള ഒരു ധനസമ്പാദന മാർഗം, അങ്ങനെയുള്ള ഒരു ടാക്സി പരിപാടിയിലേക്ക് ഇറങ്ങുന്ന സമയത്തും കുറച്ചും കൂടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഒന്ന് വൈറ്റ് നമ്പർ പ്ലേറ്റ് ആണ്, പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ടാക്സി സർവീസ് നടത്തുന്ന സമയത്ത്, അതിൽ നമ്മളൊരു സേവനം എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിന് നിയമം അനുവദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇൻഷുറൻസ് കമ്പനിക്കാർ ഇതിനകത്ത് കുറേ റൂൾസ് ഉണ്ട്, ഒത്തിരിയധികം റൂൾസ് ഉണ്ട്. അപ്പം ഇൻഷുറൻസ് കമ്പനിക്കാർ അതെല്ലാം കൂടെ എടുത്തിട്ടങ്ങ് വരും. അപ്പം നിങ്ങൾക്ക് തേർഡ് പാർട്ടി ക്ലെയിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടുന്ന സാഹചര്യമൊക്കെ വരും, കുടുംബം വരെ വെളുത്തു പോകും. അതേപോലെ തന്നെ നമുക്കെന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും റിജക്റ്റ് ആവും എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് ഏജൻസിയും ഒരു കമ്പനിയും ക്ലെയിം ഡീസൻ്റായിട്ട് തന്നിട്ട് സർവൈവ് ചെയ്ത് പോവില്ല. അവർ മാക്സിമം ക്ലെയിം റിജക്റ്റ് ചെയ്യാനായിട്ട് നോക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഓടിക്കുന്ന ആൾക്കും
അതിൻ്റെ പിറകിൽ സഞ്ചരിക്കുന്ന ആൾക്കും അത്ര സേഫ് അല്ല നിലവിൽ. അതിൽ കുറേ ക്ലാരിറ്റി നമുക്ക് വരാനുണ്ട്. ഈ വൈറ്റ് നമ്പർ പ്ലേറ്റ് പ്രൈവറ്റ് രജിസ്ട്രേഷനാണ്. നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളിതിങ്ങനെ ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്യരുത് എന്ന്. അപ്പോൾ നിയമത്തിൻ്റെ ചില ലൂപ്പിനകത്തൂടെ ആയിരിക്കും അവർ ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോം റൺ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അനുമതിയൊക്കെ വാങ്ങുന്നത് ഇതേ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിലവിലൊരു ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള റിസ്കി പരിപാടികളിലേക്ക് ഇറങ്ങാതിരിക്കുക. ഇപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ ആ ഒരു റേറ്റിനേക്കാളും കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഊബർ ഓട്ടോ ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അരി വാങ്ങുന്ന ഇഷ്ടംപോലെ ഊബർ ഓട്ടോ ചേട്ടന്മാരൊക്കെ നമ്മുടെ ചുറ്റിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ സേവനങ്ങൾ നമുക്കെടുക്കാം. ഇനി കോമൺ ആയിട്ട് ഓട്ടോറിക്ഷ പിടിച്ചുപറി തൊഴിലാളി സംഘങ്ങളുടെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചിട്ടൊന്ന് പറഞ്ഞു പോവേണ്ടതുണ്ട്. ഇത് വളരെ ഈസിയാണ്. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ലോകം മുഴുവൻ കണ്ടിട്ട് വരുന്ന സഞ്ചാരികൾ വരെ ഇന്ത്യയിലെത്തുന്ന സമയത്ത് ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇവരുടെ അടുത്ത് നിന്നാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവരെല്ലാം പങ്കുവച്ചിട്ടുള്ള പല റീസൺസ് നമ്മളെല്ലാവരും ഒരേ കാര്യങ്ങളാണ് അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പിടിച്ചുപറി സംഘത്തിലെ അംഗങ്ങൾ മാത്രം ഈ മുച്ചക്രം ഉരുട്ടുന്ന സമയത്ത് ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അതിൽ ഒന്നാമത്തേത് മറ്റേ മീറ്റർ വെക്കാനായിട്ട് മടി കാണിക്കുന്ന ടീമുകളാണ്. ഈ മീറ്റർ കേടാണ്, മീറ്ററിൻ്റെ കേബിള് പോയി, അല്ലെങ്കിൽ മീറ്റർ ഇട്ടൊന്ന് ഓടിക്കഴിഞ്ഞാൽ മുതലാവത്തില്ല സാറേ, ജീവിക്കണ്ടേ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ, ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ 10-36 മൈലേജ് കിട്ടുന്ന ഒരു പ്രത്യേകതരം സാധനമാണ്. അതുകൊണ്ടാണ് ഇതിൽ 3 ചക്രം മാത്രം വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് ട്രാഫിക്കിൽ നിന്നിട്ട് മറ്റേ ഡീസൽ കത്തിപ്പോകുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇവർ കുത്തിക്കയറ്റി ഇടയ്ക്കൂടെ കയറ്റിക്കൊണ്ട് പോകും. കാരണം കാറിൽ ഉരച്ചാലും ബൈക്കിൽ ഉരച്ചാലും ഏത് വണ്ടിക്ക് ഉരച്ചാലും ഇവരോടാരും ഒന്നും ചോദിക്കാൻ പോവില്ല. അപ്പോഴേ സംഘാംഗങ്ങളൊക്കെ വന്നിട്ട് അത് വലിയ വിഷയമാക്കുന്നതുകൊണ്ട് ഇവർക്ക് അങ്ങനെയുള്ള ഒത്തിരിയധികം പ്രിവിലേജുകളുണ്ട്. നമ്മൾ ഈ ഓട്ടോറിക്ഷയുടെ ചാർജ് ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. മിനിമം ചാർജ് എന്ന് പറയുന്നത് 30 രൂപയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ സംഘത്തിൻ്റെ ആക്രമണത്തിലൊക്കെ പെടുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യം ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു അറിവ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 3 യാത്രക്കാർക്ക് വരെയാണ് ഓട്ടോറിക്ഷയിൽ വാടകയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുക. 30 രൂപയാണ് മിനിമം ഓട്ടോ കൂലി. ഈ മിനിമം കൂലിയിൽ 1.5 കിലോമീറ്റർ വരെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. മീറ്റർ ഇല്ലാത്തതുകൊണ്ട് കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോയിലൊക്കെ കയറുന്ന സമയത്ത് ഇവർ വളരെ മാന്യന്മാരായതുകൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് ആ കിലോമീറ്ററൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. 1.5 കിലോമീറ്ററിന് ശേഷം ഓടുന്ന ഓരോ കിലോമീറ്ററിനും 15 രൂപയാണ് അധികം നൽകേണ്ടത്. യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ യാത്ര അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്ററിൽ കാണുന്ന കൂലി മാത്രം നൽകിയാൽ മതി. എന്നാൽ ഒരു വശത്തേക്ക് മാത്രമാണ് യാത്രയെങ്കിൽ മീറ്റർ കൂലിയോടൊപ്പം മീറ്റർ കൂലിയിൽ നിന്ന് മിനിമം കൂലി കുറച്ചുള്ള തുകയുടെ 50% കൂടി അധികമായി നൽകണം. ഇതെല്ലായിടത്തും ഇല്ല കേട്ടോ. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് എന്നീ കോർപ്പറേഷൻ പ്രദേശങ്ങളിലും കണ്ണൂർ, പാലക്കാട്, കോട്ടയം ടൗണുകളിലും ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് മീറ്റർ ചാർജ് മാത്രം നൽകിയാൽ മതിയാവും. തിരിച്ച് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവിടെ എങ്ങനെയും കടന്നോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്താൽ മതി. ഈ റൂറൽ ഏരിയകളിൽ നമ്മൾ തിരിച്ചു പോകാനായിട്ടുള്ള പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും. കാരണം അങ്ങനെ കിട്ടില്ലല്ലോ. ഇപ്പോൾ കോട്ടയം പോലെയുള്ള ടൗണിലൊന്നും അങ്ങനെയുള്ളതിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമ്മളുടെ കുത്തിനെ പിടിച്ചിട്ട് ഇവർ പലപ്പോഴും പൈസ വാങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മീറ്റർ നിർബന്ധമായിട്ട് ഇടാനായിട്ട് പറയുക. കിലോമീറ്റർ നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ 1 രൂപ പോലും കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു മര്യാദ ഇക്കൂട്ടർ അർഹിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിപ്പ് കൊടുക്കണം അല്ലെങ്കിൽ റൗണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ നമുക്ക് തോന്നിയാലും ഇപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങനെയൊക്കെ നല്ല സേവനങ്ങൾ നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് എന്നുണ്ടെങ്കിൽ കൂട്ടത്തിലുള്ള പിടിച്ചുപറിക്കാരെ നിലക്ക് നിർത്താനായിട്ട് ഇവർക്ക് പറ്റിയേനെ. ഇവരതൊക്കെ കണ്ണടച്ച് വിടുന്ന ആളുകളാണ്. ഇവരും തരം കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചു പറിക്കും. ഭാഷ അറിയത്തില്ലാത്ത ഒരുത്തം വന്നു കഴിഞ്ഞാൽ പിടിച്ചു പറിക്കും. നഗരം അറിയത്തില്ലാത്ത ഒരുത്തം വന്നു കഴിഞ്ഞാൽ പിടിച്ചു പറിക്കും. അങ്ങനെയുള്ള പരിപാടിയാണ് ഇവരിലൊരു വലിയ കൂട്ടം ആളുകളുടെ പരിപാടി. ഇനി രണ്ടാമതായിട്ട് ഇവിടെ ഊബർ അല്ലെങ്കിൽ റാപ്പിഡോ അല്ലെങ്കിൽ മറ്റ് ഇതര ടാക്സി സർവീസുകളൊക്കെ വർദ്ധിച്ചതിൻ്റെ കാരണം എന്താണ്? ഇക്കൂട്ടരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഓട്ടോയ്ക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസയും കൊടുക്കണം, ഇവൻ്റെയൊക്കെ ജാടയും കാണണമായിരുന്നു. ചെറിയ ദൂരമാണെങ്കിൽ വരില്ല, എയർപോർട്ടിലേക്കുള്ള ഓട്ടോ എടുക്കുകയുള്ളൂ. പിന്നെ ഈ പാട്ടയം വെച്ചിട്ടാണല്ലോ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. എനിക്കൊരു മര്യാദയില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയധികം ഇവന്മാരൊക്കെ നമ്മളെ ചൂഷണം ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന ഞാനെന്തോ വലിയ കൊമ്പത്തെയാണെന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു മുച്ചക്രങ്ങൾ കുറേ എണ്ണം. അങ്ങനെ മുച്ചക്രങ്ങളും കുറേ വണ്ടികളും കാരണം മുടിഞ്ഞ ഒരു കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ തട്ടിപ്പൊക്കെ അറിയാം. ഒരിക്കലും തികയത്തില്ല. എത്ര പിടിച്ചു പറിച്ചാലും തികയത്തില്ലാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു ഞങ്ങളും ഒരു കാലത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അത് വേറെ കഥ, അതിലേക്ക് വരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും മുച്ചക്കർ ഓടിക്കുന്ന പല ആളുകൾക്ക് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാലും ആട്ടും തുപ്പും കേൾക്കേണ്ടി വരും. ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നതാണ്, ഒരു സ്ഥലത്ത് നമ്മൾ വിളിക്കുന്ന സമയത്ത് അവിടെ ഇവർ വെയിറ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ ദൂരം കുറവാണെങ്കിൽ വരില്ല, ദൂരം കൂടുതലാണെങ്കിൽ വരില്ല. അങ്ങനെ 100 പ്രശ്നങ്ങളാണ്. വഴി മോശമാണെങ്കിൽ വരില്ല. പിന്നെ പട്ടുമത്തുള്ള വഴിക്കട വിളിച്ചുകൊണ്ട് പോകാനാണെന്നുണ്ടെങ്കിൽ റോൾസ് റോയ്സ് വിളിച്ചുകൊണ്ട് പോയാൽ പോരെ.
അങ്ങനെ പോകാനായിട്ട് സൗകര്യമുള്ളൊരു സ്ഥലത്ത് റെസിഡൻഷ്യൽ ഏരിയയിലായിരുന്നു നമ്മുടെ വീട് എന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിക്കേണ്ടി വരുമായിരുന്നോ? ഡ്രൈവറെ വിളിച്ചാൽ പോരായിരുന്നോ കാറുമായിട്ട് വരാൻ വേണ്ടി? അപ്പോൾ ഇതൊന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം തൊഴിലിനെ കുറിച്ചൊരു ധാരണയില്ല. മേ ബി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം. ഒരു കൂട്ടം ആളുകൾ അങ്ങനെയുണ്ട് കേട്ടോ. ഒരു വീൽ കുറവാണല്ലോ, വഴിയിൽ എല്ലാവർക്കും 3 വീലുണ്ടല്ലോ, അവരെല്ലാം സ്പീഡിൽ പോകുന്നേ, എനിക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വെയിലടിച്ചിട്ട് ജോലി ചെയ്യുന്നേ, ഊബറുകാരൻ AC ഇട്ടിട്ട് പോകുന്നേ, ഇങ്ങനെയൊക്കെ ബാക്കിയുള്ള ആളുകളുടെ സൗകര്യങ്ങളിൽ കണ്ണ് കടിച്ചിട്ട് അയ്യോ എനിക്ക് പൈസ കുറവാണ്, ഞാൻ ഓട്ടോ ഓടിക്കേണ്ടി വന്നേന്നൊക്കെയുള്ള ഫ്രസ്ട്രേഷനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ മെക്കിട്ട് കയറും. അങ്ങനെ മെക്കിട്ട് കയറുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതിയോട്ട് പിടിക്കത്തുമില്ല, ഈ പ്രസ്ഥാനം അങ്ങോട്ട് ഇല്ലാണ്ടാവുകയും ചെയ്യും, വേറെ പണിക്ക് പോകേണ്ടി വരും. എത്രയോ ആളുകൾ വളരെ മാന്യമായിട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പല ആളുകളുടെയും വരുമാനത്തിന് മുകളിലാണ് നിങ്ങളുടെ വരുമാനം. ചുമ്മാ കള്ളത്തരം പറയുന്ന ഓട്ടോ ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഓട്ടോ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് റീലും കണ്ട് പത്രം വായിച്ച് കിടക്കും. ആ ഒരു മരത്തിൻ്റെ ചോട്ടിൽ തണലം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ പണിയൊന്നും കിട്ടത്തില്ല ഇന്നത്തെ കാലത്ത്. വെയിലത്തിറങ്ങി പണിയെടുക്കണം കൂടുതൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ തണലത്തേക്ക് വന്ന് നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ടൊന്നും ഇന്നത്തെ കാലത്ത് ആരും വരത്തില്ല. അതുകൊണ്ടാണ് ഊബറൊക്കെ ഓടിക്കുന്ന പിള്ളേർ ആരോടും പരാതിയും പരിഭവം ഇല്ലാതെ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. കാരണം അവർ ആര് വിളിച്ചാലും ഓട്ടം പോവും, ഊബർ വിളിച്ചാലും ഓട്ടം പോവും. അവർക്ക് ഓട്ടോ ആണ് പ്രധാനം. നിങ്ങളങ്ങനെയല്ലല്ലോ. രാവിലെ കുളിച്ച് കുറിയും തൊട്ട് കുട്ടമ്പന്മാരായിട്ട് ഏതെങ്കിലും മരത്തണലിൽ പത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും വാരികയോ വായിച്ച് നാട്ടിലുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള അപരാധങ്ങളും പറഞ്ഞ് അവിടെ നടന്നു പോകുന്ന കുറേയധികം സ്ത്രീകളെ കുറിച്ചിട്ട് കമൻറ്റും അടിച്ച് നാട്ടിൽ ഏഷ്ണി ഉണ്ടാക്കി നടന്നിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പണിയെടുക്കണം, കാലത്തിനനുസരിച്ചിട്ട് അപ്ഡേറ്റഡ് ആവണം. അപ്പോൾ അപ്ഡേറ്റഡ് ആവുന്ന ലോകത്തെ നോക്കി അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവുന്ന ബാക്കിയുള്ള ആളുകളെ, തങ്ങളുടെ തന്നെ കൂടെയുള്ള തൊഴിലാളികൾ, ഇപ്പോൾ ഊബറൊക്കെ ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അവരെയൊക്കെ നോക്കിയിട്ട് പല്ലിറുമിയിട്ടൊന്നും കാര്യമില്ല. ട്രാഫിക് നിയമലംഘനങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇനി എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവരുടെ ആ ഒരു അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളിൽ പല ആളുകളും നേരിട്ടിട്ടുണ്ടാവുക ഇവർ നമ്മളുടെ മുൻപിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്തായിരിക്കും. ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ ഒന്നും നോക്കാതെ വൺ വേ ആണെങ്കിലും യു ടേൺ അടിക്കും, ഏത് ഹൈവേയിലാണെങ്കിലും യു ടേൺ അടിക്കും. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും സ്വകാര്യ ബസ് ടീംസിനും ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. അവർ സേവനമല്ലല്ലോ ചെയ്യുന്നത്, ഔദാര്യമല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ പസഞ്ചേഴ്സ്, അതായത് ഇവന്മാരെ കൂലിക്ക് വിളിച്ചിട്ടുള്ള ആളുകൾ അകത്തിരിപ്പുണ്ടെങ്കിൽ പോലും കണ്ണുപൊടുന്ന തെറി വിളിക്കും. കാരണം മറ്റൊരു ഔദാര്യത്തിലാണല്ലോ അതിനകത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ടീമുകൾ. ട്രാഫിക് ലംഘനം എന്നൊക്കെ പറയുന്നത് ഇവരതൊന്നും നോക്കാറില്ല. സിഗ്നലൊന്നും നോക്കാറില്ലല്ലോ. തിരുവനന്തപുരത്തേക്കുള്ള പല ഓട്ടോറിക്ഷ തൊഴിലാളികളും സിഗ്നലൊന്നും നോക്കാറില്ല. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ പിടിക്കുകയാണെങ്കിൽ അയ്യോ ഞങ്ങളുടെ കഞ്ഞി കൂടി മുട്ടിക്കുന്നേ, ഞങ്ങളെ എല്ലാവരും കൂടെ ആക്രമിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നിരവാദ കാർഡുകൾ ഇറക്കും. ഞാനിതുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ ഒരു സെർച്ച് നടത്തിയല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ഓൺലൈനിലെ ആളുകൾ അഭിപ്രായ പ്രകടനത്തിൽ നിന്നാണല്ലോ ഇത് രൂപപ്പെടുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളി ചേട്ടന്മാരൊന്നും പ്രതിഷേധവുമായിട്ട് വരരുത് കേട്ടോ. സാധാരണ ഓട്ടോറിക്ഷക്കാർ വരത്തില്ല, മറ്റേ പിടിച്ചുപറി തൊഴിലാളി സംഘത്തിലെ അംഗങ്ങളൊന്നും പ്രതിഷേധമായിട്ട് വരരുത് കേട്ടോ. ഇത് കമ്പ്യൂട്ടറാണ്, മറ്റേ അൽഖരിതാണ്. അപ്പോൾ അതിനകത്ത് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും മോശം ഓട്ടോറിക്ഷ തൊഴിലാളികളുള്ള സ്ഥലം. കൊച്ചി. ഓൺലൈൻ ടാക്സിക്കാരോടും ഊബർ ഓല ആപ്പുകളോടുമുള്ള പ്രാദേശിക ഡ്രൈവർമാരുടെ എതിർപ്പുകളും തർക്കങ്ങളും അക്രമങ്ങളും പതിവ്. കോഴിക്കോട്. എക്സെപ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ ഗൂഗിൾ പറയുകയാണ്, വേണമെങ്കിൽ ഒരു പോസിറ്റീവ് വശം കോഴിക്കോടെ ഓട്ടോക്കാരെ കുറിച്ചിട്ട് പറയാം. മീറ്റർ അനുസരിച്ച് കൃത്യമായി ചാർജ് വാങ്ങുന്നതിൽ കോഴിക്കോട് മാതൃകയാണ്. എന്താ കോഴിക്കോട്ടെ ഓട്ടോക്കാർക്കിടയിലേക്ക് നമ്മുടെ കോട്ടയത്തു നിന്നോ തിരുവനന്തപുരത്തു നിന്നോ അപ്പികളോ എല്ലാം കടന്നുകൂടിയിട്ടുണ്ടോ? കഴിഞ്ഞിടയ്ക്കൊക്കെ കുറേയധികം കുത്തിന് പിടിച്ച് പൈസ വാങ്ങുന്ന വാർത്തകളൊക്കെ കേട്ടിരുന്നല്ലോ. അപ്പികൾ പോയിട്ടുണ്ടാവും. അപ്പികൾ പോയിട്ടുണ്ടെങ്കിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. കോഴിക്കോടത്തെ ചേട്ടന്മാരെ കുറിച്ചൊക്കെ പണ്ട് വലിയ അഭിപ്രായമായിരുന്നു. ഇനിയിപ്പോൾ തിരുവനന്തപുരം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പ്രീപെയ്ഡ് കൗണ്ടറുകൾക്ക് പുറത്തുള്ള അമിത ചാർജ് ഈടാക്കൽ. അത് രസമാണ് കേട്ടോ. പ്രീപെയ്ഡ് ഓട്ടോ വിളിക്കും. പ്രീപെയ്ഡ് ഓട്ടോ വിളിക്കുമ്പോഴത്തേന് തിരുവനന്തപുരം അപ്പികൾ വരും. അപ്പികൾ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഇമാർ ചുമ്മാ കോണ വർത്താനം പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൂലാവത്തില്ല, പ്രീപെയ്ഡ് ഓട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു സംവിധാനമാണ്, ആ പൈസ കിട്ടത്തില്ല, ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ടുള്ള പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് മെഴുകും. അവസാനം ഭീഷണിയാവും, പരിപാടിയാവും. നമ്മൾ ഈ പറയുന്ന വള്ളി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പല ആവശ്യങ്ങൾക്കും ആയിരിക്കുമല്ലോ പോണേ. അപ്പോൾ അപ്പികൾക്ക് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടും. അതാണ് ഈ തിരുവനന്തപുരം അപ്പികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എന്തൊക്കെയാണെങ്കിലും ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയുന്നത്, മുച്ചക്രം ഉള്ളവന്മാരെന്ന് പറയുന്നത് ഏഷ്യൻ കൺട്രീസിൽ മുഴുവനായിട്ടുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയിലേക്കും കൂടെ കയറ്റി അയക്കുന്നുണ്ട്. അത് നല്ലതാണ് കേട്ടോ. കാരണം അവരൊന്ന് വികസനമൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയായിരുന്നു. അത് മുരടിപ്പിക്കാനായിട്ട് നല്ലതാണ്. ഇവിടുന്ന് കുറച്ച് TVSൻ്റെ ഓട്ടോറിക്ഷയും ബജാജിൻ്റെ മുച്ചക്ര ഓട്ടോറിക്ഷയെല്ലാം കൂടെ അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും. ഇനി അവരിങ്ങനെ രക്ഷപ്പെട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവിടുന്ന് ഇതെല്ലാം അങ്ങോട്ട് തള്ളിക്കയറ്റി അങ്ങോട്ടേക്ക് വിടുന്നത്. ഇതൊരു ചിലവ് കുറഞ്ഞ യാത്രാമാർഗ്ഗമാണ്. ആ ഒരു രീതിയിലൊക്കെ നമുക്കിതിനെ ബഹുമാനിക്കാനായിട്ടൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ അതിലും ചിലവ് കുറഞ്ഞിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇന്ന് അവൈലബിൾ ആവുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണം.
ഈ ചെറിയ സ്പീഡിൽ ഇങ്ങനെ അനങ്ങിപ്പോകുന്ന സ്പീഡിലുള്ള മുച്ചക്ര ഇലക്ട്രിക് വണ്ടികൾ, ചെറിയ പവറിൽ ഓടുന്ന മുച്ചക്ര ഇലക്ട്രിക് വണ്ടികൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അത് ഇങ്ങനെ നഗരപ്രദേശങ്ങളിൽ ഓടട്ടെ. ഒന്ന് മനസ്സ് വെച്ചാൽ മണാലിക്കൊക്കെ പോകാൻ പറ്റുന്ന ടൈപ്പ് മുച്ചക്രങ്ങളൊന്നും സത്യം പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കരുത്. ഇതൊന്നും കൂടാതെ കുറേ അമ്മമാരുടെ മോഡിഫിക്കേഷനും ഉണ്ട്. ആപ്പേ ഓട്ടോറിക്ഷയൊക്കെ മറ്റേ കുഞ്ഞിക്കൂനൻ ടൈപ്പിലാക്കിക്കൊണ്ട് നടക്കുന്ന കുറച്ച് ഊളത്തരങ്ങളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നാമത് ഈ സാധനത്തിനൊരു ബാലൻസ് ഇല്ല, മുച്ചക്രം ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ കോപ്രായം കൂടെയൊക്കെ കാണിച്ചിട്ട് ഇതിലൊക്കെ ഇമാതിരി ശല്യം ചെയ്യുന്നവന്മാരെയൊക്കെ എന്ത് ചെയ്താൽ മതിയാകും? അങ്ങനെയുള്ളവർക്ക് ആശ്വസിക്കാൻ കേട്ടോ. വി ഡി സതീശ് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ അനുവദിക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷകളെല്ലാം ഇങ്ങനെ ആയി പോകുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. പിന്നെ പുള്ളി സുപ്രീം കോടതി ജഡ്ജിയൊന്നും അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്ദി.